ഷലോം, ശബാത് ഷലോം. അപ്പോൾ ആദ്യമായിട്ട് ഈ ശബാത് ഷലോം എന്ന് പെട്ടെന്ന് ഒരു സത്യക്രിസ്ത്യാനി കേൾക്കുകയാണെങ്കിൽ ചോദിക്കും, എന്താണ് ഈ ശബാത് ഷലോം? എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരു ഫ്രണ്ടായ സത്യക്രിസ്ത്യാനി ചോദിച്ചു, നീ എന്താ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ടല്ലോ, അത് ശബത് ഷലോം എന്നോ അങ്ങനെ എന്തോ, അതെന്താ എന്ന് ചോദിക്കാം. ശബത്ത് കേൾക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനികൾക്കൊക്കെ വിറയൽ തുടങ്ങും അല്ലേ? അപ്പം അതുകൊണ്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. ശബത്ത് എന്നത് ഹീബ്രു വേർഡാണ്. അതായത് അതിൻ്റെ മലയാള അർത്ഥം ശനിയാഴ്ച എന്നാണ്. ക്രിസ്ത്യാനികൾ സാബത്ത് എന്ന് പറയും അല്ലേ? പക്ഷേ സാബത്ത് എന്ന് പറയുന്നത് അവർ ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച എന്നാണ് ഹീബ്രു വേർഡായ ശബത്തിൻ്റെ അർത്ഥമെങ്കിൽ അത് ഞായറാഴ്ച സാബത്ത് എന്ന പേരിൽ ക്രിസ്ത്യാനികൾ ആചരിക്കുന്നു. അതായത് ശനിയാഴ്ച എന്നുള്ള പേര് ഞായറാഴ്ച കൊണ്ടിടും, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെ അല്ലേ? എന്നിട്ട് ഞായറാഴ്ചയെ കയറി ശനിയാഴ്ച എന്ന് വിളിക്കും. അപ്പോൾ ശബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഹീബ്രു വേർഡ് ശബത്ത്, അതിൻ്റെ മലയാളം ശനിയാഴ്ച എന്നാണ്. പിന്നെ ഷലോം, അത് പിന്നെ എല്ലാവർക്കും അറിയാം, സമാധാനം എന്നാണെന്നല്ലേ? അപ്പോൾ ശബത്ത് ഷലോമിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? യഹൂദന്മാരൊക്കെ പരസ്പരം കാണുമ്പോൾ ഷലോം എന്നാണ് പറയുക. നമ്മൾ പരസ്പരം കാണുമ്പോൾ ഹലോ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയൂലേ? പക്ഷേ ദൈവത്തിൻ്റെ മക്കള് ദൈവത്തെ പോലെ തന്നെ ഷലോം എന്നാണ് പറയുക. യേശുവ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ സന്ദർഭത്തിലും ആദ്യം യേശുവ പറയുന്നത് ഷലോം എന്നാണ്, അതായത് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യഹൂദനായിരിക്കുന്ന നാട്ടൊലിവിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന കാട്ടൊലിവായ നമ്മൾ എപ്പോഴും അവരുടെ പോലെ ആയിരിക്കണം. അപ്പോൾ അവരുടെ പോലെ തന്നെ സമാധാനം പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശബാത് ഷലോം എന്ന് പറയുന്നത്, ശനിയാഴ്ചയിൽ സമാധാനം എന്ന അർത്ഥത്തിൽ. അത് ഞങ്ങൾ ശബത്ത് ആചരിക്കുന്നത് ശനിയാഴ്ചയാണ്. ഞങ്ങൾ നല്ല ബൈബിളിൽ പറഞ്ഞേക്കുന്നതും ദൈവം പറഞ്ഞിട്ടുള്ളതും എല്ലാം ശനിയാഴ്ച ആചരിക്കണം എന്നാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയാണ് ആചരിക്കുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. ശബത്തും സാബത്തും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ശബത്ത് എന്നത് ഒരു ഉടമ്പടിയാണ് അല്ലേ? നിത്യമായ കൽപ്പന മാത്രമല്ല, ദൈവം സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തതാണ് 4ാമത്തെ കൽപ്പന. അതിനാൽ ശബത്ത് ആചരിക്കണം എന്നത് ഒരു നിത്യ നിയമമാണ്. നിത്യ ഉടമ്പടിയിൽ മാറ്റമില്ല. മരണത്തിന് പോലും ആ നിയമത്തിന് നീക്കം വരുത്താനായിട്ട് സാധിക്കില്ല. ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച. കൽപ്പലകയിൽ കർത്താവ് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത 4ാമത്തെ കൽപ്പനയാണ് നിങ്ങൾ ശബത്ത് ആചരിക്കണം എന്നത്. അതായത് നിങ്ങൾ ശനിയാഴ്ച ആചരിക്കണം, ഓർത്ത് ആചരിക്കണം എന്ന് വാണിങ്ങും കൂടെ കൊടുത്തു. പക്ഷെ ക്രിസ്ത്യാനികളെല്ലാം ഈ ഓർത്ത് എന്നുള്ളത് മറന്നിട്ട് ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച ആചരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ബൈബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം തീയതികൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. ദിവസത്തിനൊട്ടും ഈ ഒരു ദിവസത്തിന് ഒഴികെ വേറൊരു ദിവസത്തിനും പ്രാധാന്യം കൊടുക്കത്തില്ല. അവർ തീയതികൾക്കാണ്. അതായത് നിസ്സാൻ മാസം 14 പെസഹ. അപ്പോൾ അങ്ങനെ ഇതുപോലെ തീയതിക്കാണ് എപ്പോഴും നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുന്നത് കാണാൻ പറ്റുക. പക്ഷെ ഒരേ ഒരു ദിവസത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്, അത് ശനിയാഴ്ചയാണ്. നിങ്ങൾക്കറിയാം, ഹീബ്രുവിലുള്ള എല്ലാ പേരുകളും മലയാളം ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മാറ്റം ഉണ്ടായില്ലേ? പത്രോസ് എന്നുള്ളത് ഷീമോൻ എന്നായിരുന്നു അല്ലേ? അതുപോലെ നിങ്ങൾ യേശു എന്ന് വിളിക്കുന്നു, പക്ഷേ ശരിക്കുള്ള പേര് യേശുവാ എന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഹീബ്രു. അപ്പോൾ നിങ്ങൾ പറയും അത് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മലയാളത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിളിക്കണമെന്ന് പറയും. പക്ഷെ ഈ ശബാത്ത് എന്നുള്ള ആ വേർഡ് അത് ഹീബ്രു ആണ്. അപ്പോൾ അത് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ശനിയാഴ്ച എന്നായിരുന്നു പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ 4ാം കൽപ്പന എന്ത് വരും? ശനിയാഴ്ച ആചരിക്കണം എന്നാകുമായിരുന്നു അല്ലേ? പക്ഷേ അതിൽ ട്രാൻസ്ലേഷൻ വന്നു, സാബത്ത് എന്നാക്കി. അതെന്തുകൊണ്ടാ? സാത്താൻ ശബത്ത് എന്ന് കേൾക്കുമ്പോൾ അവന് പേടിയായതുകൊണ്ട് അവൻ്റെ വക്രബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ട്രാൻസ്ലേഷൻ ചെയ്യാതെ ആ പേര് മാത്രം അങ്ങനെ വെച്ചു. എന്ത്? സാബത്ത് ആചരിക്കണം എന്നാക്കി. മനസ്സിലായ? അത് മാത്രമല്ല, ദിവസം കൂടി അവനങ്ങോട്ട് മാറ്റി. യേശുവ ഉയർത്തെഴുന്നേറ്റത് സൺഡേ ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ദിവസമായ സൺഡേയും കൂടെ ഈ സാബത്ത് കൊണ്ടുവന്നാക്കി വെച്ച് മൊത്തത്തിൽ കൊളാക്കി.
അപ്പോൾ ഈ ശബത്ത് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്താ വിറയൽ വരാൻ കാരണം? എന്തോ ഒരു അരോചകത്തെ ആ പേര് കേൾക്കുമ്പോൾ അത് യഹൂദന്മാർക്കുള്ളതാണെന്ന് പറയൂലേ. മാത്രമല്ല, ശനിയാഴ്ച ആചരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ച പിന്നെ ആക്കി ആചരിപ്പിക്കാൻ പറ്റില്ലല്ലോ. 4-ാമത്തെ കൽപ്പന ശനിയാഴ്ച ആചരിക്കണം എന്നായിരുന്നുവെങ്കിൽ അവിടെ പുരോഹിതന്മാർക്കായാലും സഭയ്ക്കായാലും നിങ്ങൾ ഞായറാഴ്ചയാണ് സാബത്ത് അന്ന് ആചരിക്കണം എന്ന് പറയാൻ പറ്റില്ല, കാരണം ശനിയാഴ്ച എന്നാണല്ലോ. പക്ഷേ ആ ട്രാൻസ്ലേഷൻ ഇല്ലാതെ ആ ഹീബ്രു വേർഡ് അങ്ങനെ തന്നെ വെച്ചതുകൊണ്ട് സാബത്ത് എന്നാക്കിയത് കൊണ്ട് സാബത്ത് ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ദിവസം അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. നിങ്ങൾ ഒന്ന് ഓർക്കണം, കർത്താവ് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത നിയമം, നിത്യനിയമം, അത് മാറ്റാനായിട്ട് മനുഷ്യ നീ ആരാണ്? ഏശയ്യ 58:13 മുതൽ വായിച്ചു നോക്കൂ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാല് അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും അദോനയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ ദൈവത്തിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. അദോനയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വചനം തന്നെ നമ്മൾ വായിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബത്തിന് എന്തൊക്കെ ചെയ്യണം എന്ന് ഈ ഒരൊറ്റ വാചകത്തിൽ, ഒറ്റ വാക്യത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ നമ്മൾ ശബത്ത് ആചരിക്കണേ എന്നും കൂടെ എല്ലാവർക്കും ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. എന്താണ്? അന്നേ ദിവസം സ്വന്തം കാര്യം നോക്കാൻ പാടില്ല. ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നീ നൽകണം. പിന്നെ കാലടക്കി വെക്കണം എന്ന് വെച്ചാൽ എന്താ? നിന്റെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ട്, നിന്റെ യാത്രകൾ അന്ന് ഉണ്ടായിരുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് ശബത്തിൽ സന്തോഷം കണ്ടെത്തണം. മാത്രമല്ല ആ ദിവസം ദൈവത്തിൻ്റെ ആയതുകൊണ്ട് ബഹുമാനപൂർവം ദൈവഭയത്തോടെ കാത്തുകൊള്ളണം. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചേക്കണേ. ആ ദിവസം സന്തോഷം കണ്ടെത്തണമെങ്കിൽ അത് ദൈവമക്കൾക്ക് മാത്രമേ സാധിക്കൂ. എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ജനതയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ ശബത്ത് ദിവസം ഞങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ ഈ വചനത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത്? യാത്ര, പുറത്തു നിന്നുള്ള ഫുഡ്, പൈസ കൊണ്ടുള്ള ഇടപാടുകൾ, പ്രധാനമായിട്ടും TV, മൊബൈല്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ പറ്റി ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാകുമോ? ആ ദിവസത്തിൽ സന്തോഷിക്കാനാകോ? ഇന്ന് സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? പുറത്തേക്ക് പോകണം, ഫുഡ് കഴിക്കണം, മൊബൈൽ വേണം, അല്ലേ? ടൂർ പോകണം, സിനിമയ്ക്ക് പോകണം. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് എന്ത് സന്തോഷം എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ? ഇങ്ങനെ ഒരു ദിവസം വന്നാൽ ആ ദിവസത്തെ പ്രതി നിങ്ങൾക്ക് സന്തോഷിക്കാനാകുമോ? ഒരിക്കലുമില്ല. ഈ ലോകത്തിൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ദിവസത്തിനെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഞങ്ങളുടെ ICUലൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞും അല്ലാതെ അപകടങ്ങളും പെറ്റുകളൊക്കെ കിടക്കുന്ന അപ്പൂപ്പന്മാർക്ക് വരെ ഫോൺ വേണം. ഫോണില്ലാണ്ട് പറ്റില്ല. കുഞ്ഞുങ്ങൾക്കും. ഞങ്ങൾ ഒരു ദിവസം വരെ അവരെ പിടിച്ചു കിടത്താനായിട്ട് പെടുന്ന പാട്. ഓർമ്മയുണ്ട് എങ്കിൽ അവർക്ക് ഫോൺ വേണം. ഫോണില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ വയ്യ. അപ്പോൾ ഒരു നിമിഷം അതെല്ലാം മാറ്റി ഒരു ദിവസം കഴിയുക എന്നാൽ ലോകത്തിൻ്റെ മക്കൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റി സന്തോഷിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആചരിക്കുന്നവർക്ക്, ശബത്ത് ആചരിക്കുന്നവർക്ക് അതൊരു നല്ല ട്രെയിനിങ് കൂടിയാണല്ലേ. ഇനിയുണ്ട്, ജോലിക്ക് പോകരുത്, വ്യർത്ഥമായ സംസാരത്തിൽ മുഴുകരുത്. ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലർ ചിന്തിക്കും പിന്നെന്താ ചെയ്യേണ്ടത്, കിടന്നുറങ്ങണോ എന്ന് ചിന്തിക്കും അല്ലേ? ഇങ്ങനെ ആർക്കും പറ്റും. ആർക്ക് പറ്റും? ദൈവമക്കൾക്ക് മാത്രം പറ്റും. ഇന്നും ഭൂമിയിൽ ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള ഈ നിയമങ്ങളെല്ലാം എന്താ പറയുക, ഒന്ന് പോലും തെറ്റിക്കാതെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ജനത ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അതാണ് യഹൂദ ജനത. അപ്പോൾ പിന്നെ അവരെ പിന്തുടർന്ന് നമുക്കും ഇന്ന് ഇതൊക്കെ സാധിക്കുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദൈവം
ദൈവം തൻ്റെ വായ് കൊണ്ട് പറഞ്ഞത് പാലിക്കും. നമ്മൾ ആ വചനത്തിൽ കേട്ടല്ലേ, യാക്കോബിന്റെ അവകാശം കൊണ്ട് നമ്മെ പോഷിപ്പിക്കും. അപ്പം അതിനാൽ ഈ രീതിയിലൊക്കെ ശബത്ത് ആചരിക്കുന്ന അങ്ങനെ ഗൗരവത്തോടും ദൈവഭക്തിയോടും കൂടി കാണുന്ന എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ശബ്ബാത്ത് ശലോം. ആബ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാവിനാൽ സൗഖ്യമുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വാതിലിൽ മുട്ടുന്ന ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ചിത്രം. അതായത് കയ്യിൽ ആടിനെയും എടുത്തിട്ട് യേശുവ ഒരു വാതിലിൽ വന്ന് മുട്ടുന്ന ഒരു ചിത്രം. ഇത് ബൈബിളിൽ പറയുന്നത് വെളിപാട് 3:20 എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ആകയാൽ ജാഗ്രതയുള്ളവനായിരിക്കുക. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. അങ്ങനെയാണ് ഈ വചനം അവിടെ വെളിപാട് 3:20 എഴുതിയിരിക്കണേ. ഇതിൻ്റെ ഓരോ വാക്കിലും നല്ല അർത്ഥമുണ്ട്, നിധിയാണത്. നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ഒന്നിച്ച് അത്താഴം കഴിക്കും. അപ്പം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? അപ്പം അപ്പൻ ആ വാതിൽ അങ്ങോട്ട് സ്വയം തുറന്ന് ഞങ്ങളെ രക്ഷിച്ചൂടെ? എന്തിനാ ഞങ്ങളോട് തുറക്കാൻ പറയണേ അല്ലേ? പക്ഷേ അതിനൊരു കാരണമുണ്ട്. അതായത് ഏശയ്യ 22:22 വായിച്ചാൽ അറിയാൻ പറ്റും നമുക്ക്. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ദൈവം തുറന്നാൽ തുറന്നതാണ്, അടച്ചാൽ അടച്ചതും. മനസ്സിലായ? ദൈവം തുറന്നതുമാണ്, അടച്ചാൽ അടച്ചതും. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കും ക്രിസ്ത്യാനിയുടെ വാതില് ദൈവം അടച്ചതാണെങ്കിൽ അപ്പോൾ ദൈവത്തിന് തുറന്നൂടെ എന്ന്. പക്ഷെ അവിടെ ഒരു തിരുത്തുണ്ട്. ക്രിസ്ത്യാനിയുടെ വാതിൽ അടച്ചത് ദൈവമല്ല, അത് അവർ തന്നെയാണ്. അതായത് അവരെ കൊണ്ട് സാത്താൻ തന്നെയാണ് ആ വാതില് അടച്ചത്. അപ്പം അതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കണേ. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 കോരിന്തോസ് ലേഖനത്തിലെ 4:4 സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അവിടെ എഴുതിയേക്കാം, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു ആരാണ്? സാത്താനാണല്ലേ. യേശുവ പറഞ്ഞു, ഈ ലോകം എൻ്റെ അല്ല, എൻ്റെ ലോകം വേറെയാണ്. ദൈവത്തിന്റെ ലോകം ഏതാണ്? നിത്യരാജ്യം. അപ്പോൾ പാപം റൂളറായിരിക്കുന്ന ഈ ലോകം ആരുടെയാണ്? സാത്താൻ്റെയാണ്. സാത്താൻ രാജാവായിരിക്കുന്ന ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സ് കുരുടാക്കി മനസ്സിലാക്കാനാവാത്ത വിധത്തിൽ അവരുടെ മനസ്സിന്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നത് ആരാണ്? സാത്താനാണ്. ആരെ കൊണ്ട് അടപ്പിച്ചു? അത് ക്രിസ്ത്യാനിയെ കൊണ്ട് തന്നെ അടപ്പിച്ചു. അതുകൊണ്ടാ കർത്താവ് നേരത്തെ പറഞ്ഞേ വെളിപാട് 3:20 ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, മോനെ നീ തുറക്ക്, കാരണം അകത്ത് നിന്നാ കുറ്റിയിട്ടിരിക്കുന്നേ, നീ തന്നെയാണ് കുറ്റിയിട്ടിരിക്കുന്നേ. അപ്പൊ അത് നിനക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ സ്വരം കേട്ട് ആ വാതിൽ തുറക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? നമുക്ക് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഇടയന്റെ സ്വരം കേട്ട് മനസ്സിലാകുന്നത് സ്വന്തം ആടുകൾക്ക് മാത്രമാണ്, മറ്റാടുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ മനസ്സിലായി വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റിയതും അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് വാതിൽ അടച്ചു പിടിച്ച് നിൽക്കുന്നത്. അവരെല്ലാം ഇടയന്റെ വേഷമിട്ട ചെന്നായ്ക്കളുടെ കയ്യിലാണ്. പക്ഷേ അവർ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് തന്നെ ഈ വാതില് തുറക്കാൻ പറ്റുള്ളൂ. അത് അവർ തന്നെ വിചാരിക്കണം. ഇതുപോലെ തന്നെ ഒരു സെയിം ആയിട്ടുള്ളൊരു കാര്യം വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് ക്രിസ്ത്യാനിയുടെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പക്ഷെ സെയിം തന്നെ യഹൂദന്റെ കാര്യം കൂടെ ബൈബിളിൽ പറയുന്നുണ്ട്. എന്താ? യഹൂദനെയും കുരുടാക്കി എന്ന് പറയുന്നുണ്ടല്ലേ, കുരുടാക്കി വെച്ചിരിക്കുന്ന കാര്യം. ആ കുരുട് അല്ലെങ്കിൽ ആ വാതിലടച്ചിരിക്കുന്നത് ആരാണ്? അത് ദൈവമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ദൈവം അടച്ചാൽ അടച്ചതാ, പിന്നെ ദൈവം വിചാരിക്കണ തുറക്കണമെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 11:26 മുതൽ വായിച്ചാലുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചേക്കാണ്, സഹോദരരെ നിങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ നിങ്ങൾ രഹസ്യം അറിയാതെ പോകരുത്. മനസ്സിലായ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങണത് തന്നെ. അതായത് ഇന്ന് നടക്കാൻ പോകുന്നത് അന്ന് ദൈവം മുന്നമേ കണ്ടു, അന്നേ പറഞ്ഞു വെച്ചേക്കാം. ഇന്ന് ക്രിസ്ത്യാനികൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കണേ? തങ്ങളാണ് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേല്,
യഹൂദരെ ദൈവം തള്ളിക്കളഞ്ഞു എന്നല്ലേ? അപ്പോൾ അത് കർത്താവിന് അറിയായിരുന്നു. അപ്പം അന്നേ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഈ ചിന്ത വരാതിരിക്കാൻ, എന്ത്, ഞങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ നിങ്ങൾ ഈ രഹസ്യം അറിയണം എന്ന്. എന്താ ഈ രഹസ്യം? എന്നിട്ട് പറയാണ്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ഇസ്രായേലിന് ആത്മീയ അന്ധത കൊടുത്ത് നിന്നെയും കൂട്ടി പൂർണ്ണസംഖ്യ ചേർക്കുവാനാണ് അങ്ങനെ യഹൂദന്മാരെ അന്ധരാക്കിയിരിക്കുന്നതെന്ന്. ഇനി 2 കൊരിന്തോസ് 3:14 വായിച്ചു നോക്കിയേ. മോശയുടെ മൂടുപടം, അതായത് തിരശ്ശീല പോലെ അവരുടെ മനസ്സുകളിൽ ഒരു മറ വെച്ചിരിക്കുന്നു. കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ ആ മറ നീങ്ങിപ്പോകും. അതാണ് യഹൂദന്റെ കണ്ണ് ഒരു ദിവസം തുറക്കും എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ദിവസം യഹൂദന്റെ കണ്ണ് തുറക്കും. തിരശ്ശീല പോലെ, മോശയുടെ മൂടുപടം പോലെ അത് ഒരു മറ സൃഷ്ടിച്ച് വെച്ചേക്കാണ്. അത് ഒരു ദിവസം തുറക്കും, ദൈവം തുറക്കും. അപ്പോൾ അവരുടെ വാതിലടച്ചത് ആരാണ്? ദൈവമാണ്. ഇനി കറക്റ്റായിട്ട് പറയുന്നുണ്ട്, റോമർക്കെഴുതിയ ലേഖനം 11:8 പറയുന്നുണ്ട്, ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന്. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാണ് യഹൂദന്റെ വാതിലടച്ചത് പുറത്തു നിന്ന് ദൈവവും, എന്നാൽ ക്രിസ്ത്യാനികളുടെ വാതിലടച്ചത് അകത്തു നിന്ന് ക്രിസ്ത്യാനിയെ കൊണ്ട് സാത്താനുമാണെന്ന്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണല്ലേ? പുറത്തു നിന്ന് അടച്ച വാതിൽ ദൈവമായതുകൊണ്ട് തന്നെ ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ അത് തുറക്കാനറിയാം. സ്വന്തം മക്കളെ അല്ലേ, നമ്മളിപ്പോൾ സ്വന്തം മക്കളെ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻറ്റൻഷനോട് കൂടി മാതാപിതാക്കളെ ഒരു റൂമിൽ പൂട്ടിയിടും അല്ലേ? എന്തിന്? ചിലപ്പോൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവാം. പുറത്ത് വല്ല അടിമകളൊക്കെയാണ്, അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഒരു നന്മ ചെയ്യണം, അപ്പോൾ അത് മക്കൾ തടസ്സമാകും എന്ന് കണ്ടിട്ടോ അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായി? അല്ലെങ്കിൽ നമ്മളുടെ നല്ല ഇൻറ്റൻഷൻ നടക്കാൻ അവരെ കേടൊന്നുമില്ലാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെയാണ് ദൈവം യഹൂദന്റെ വാതിൽ അടച്ചിരിക്കുന്നത്. സമയമാകുമ്പോൾ ദൈവം തുറക്കും. ഇത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഖറിയ 12:10 അവർ കുത്തീവങ്കിലേക്ക് നോക്കും, അവിടത്തെ ചൊല്ലി വിലപിക്കും. അതായത് വരാനിരിക്കുന്ന കാലത്ത് ഇസ്രായേൽ കർത്താവിനെ തിരിച്ചറിയും. എന്നാൽ ഇവിടെ പെട്ടുപോകുന്നത് ആരാണ്? ക്രിസ്ത്യാനിയാണ്. ആ വാതിൽ തുറക്കണമെങ്കിൽ ക്രിസ്ത്യാനി തന്നെ വിചാരിക്കണം. ദൈവത്തിൻ്റെ സ്വരം കേട്ട് തിരിച്ചറിഞ്ഞ് അവൻ തന്നെ ദൈവത്തിന് വേണ്ടി തൻ്റെ സ്വന്തം വാതിൽ തുറന്നു കൊടുക്കണം. മനസ്സിലായോ? പക്ഷെ അതിന് എന്ത് ചെയ്യണം? സാത്താൻ്റെ പ്രലോഭനങ്ങളെയും ചിന്തകളെയും ഒക്കെ ഒഴിവാക്കി പാപത്തെ ജയിച്ച് കീഴടക്കി ഈ പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ പഴയ തുരുത്തിയിലെ വീഞ്ഞ് കളഞ്ഞ് പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കണം. അങ്ങനെ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ നിറച്ചവരാണ് ഞങ്ങൾ, ശബ്ബത്ത് ആചരിക്കുന്നവർ. പണ്ട് ദൈവം ആദത്തിന് ഗാഠനിദ്ര വരുത്തിയില്ലേ? അതെന്തിനാ? ഹവ്വയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ഇന്ന് യഹൂദ മക്കൾക്ക് ഗാഠനിദ്ര വരുത്തിയിരിക്കുന്നത് ചിതറിപ്പോയ യഹൂദ മക്കൾക്ക് സത്യം പ്രകാശിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ റോമർക്കെഴുതിയ ലേഖനം 11:8 ദൈവം അവർക്ക് ഗാഠനിദ്ര കൊടുത്തേക്കാ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പൊന്ന് ക്രിസ്ത്യാനിയെ, നീ യഹൂദനെ കുറിച്ച് ആകുലപ്പെടണ്ട. യഹൂദന്റെ കണ്ണ് അടച്ചത് ദൈവമാണ്. അതിനാൽ തന്നെ ദൈവം അത് സമയമാവുമ്പോൾ തുറക്കും. എന്നാൽ നീ നിനക്ക് വേണ്ടി സ്വയം ആകുലപ്പെട്. നിനക്ക് വേണ്ടി ദൈവം സ്വന്തം മക്കളുടെ കണ്ണ് കുരുടാക്കി നിന്നെ രക്ഷിക്കാൻ. അങ്ങനെ വന്നപ്പോൾ നീ എന്ത് ചെയ്തു? സാത്താൻ്റെ വാക്ക് കേട്ട് സ്വയം ദൈവത്തിന് നേരെ വാതിലടച്ചു. നോക്കി, എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവൂല എന്ന് പറയണ പോലെ അല്ലേ? അപ്പം അതിനാൽ ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വാ. സഭ ഏതായാലും ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വന്ന് സ്വതന്ത്രയാക്. എന്നിട്ട് സ്വതന്ത്രമായി യഥാർത്ഥ ജീവനുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കി. ദൈവം പറഞ്ഞ പോലെ, ബൈബിള് പറഞ്ഞ പോലെ ജീവിക്ക്. നിങ്ങൾ ചിന്തിക്കുമെന്ത്? ബൈബിള് പറയുന്നത് തന്നെയല്ലേ സഭ പഠിപ്പിക്കുന്നതെന്ന്. പക്ഷെ അതൊന്നല്ല. അത് ബൈബിള് വായിച്ചാലേ മനസ്സിലാക്കുള്ളൂ. അല്ലാണ്ട് സഭ പഠിപ്പിക്കുന്നത് കണ്ണടച്ച് നിന്ന് വിശ്വസിക്കുന്നവർക്കത് മനസ്സിലാകും. നിങ്ങൾ വായിച്ചു നോക്കൂ ബൈബിള്. വചനം, അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന വാക്യങ്ങളെങ്കിലും നിങ്ങൾ ബൈബിളിൽ പോയിട്ട് അത് വായിച്ചു നോക്കി. ഇത് ശരിയാണോ? അതിന് മുൻപും പിൻപും ആ സാഹചര്യവും ഒക്കെ ഒന്ന് എടുത്ത് വായിക്കി. അങ്ങനെ ദൈവത്തെ സ്വയം അന്വേഷിക്കാൻ മുതിര്.
അപ്പോൾ ദൈവം നിങ്ങൾക്ക് വഴി തുറന്നു തരും, നിന്നെ കാണും. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുന്നു എന്നാ വചനം പറയുന്നേ. അപ്പം അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തി തരും. എന്തിന്? ആ വാതിൽ നീ തന്നെ അടിച്ചു പൊളിച്ച് നിനക്ക് പുറത്തു വരാൻ പറ്റും. നീ സ്വർഗീയ നാഥനെ കാണും. അവിടത്തേക്കൊപ്പം ഇരുന്ന്, നേരത്തെ പറഞ്ഞില്ലേ, വെളിപാട് 3:20 പറഞ്ഞല്ലേ, അത്താഴം കഴിക്കും. അങ്ങനെ ദൈവത്തോടൊപ്പം ഇരുന്ന് ശബത്ത് മേശയിൽ ഇരുന്ന് അത്താഴം കഴിക്കുന്നവരാണ് ഞങ്ങൾ. നമ്മുടെ ഈ ഒരു സൗഭാഗ്യം നോക്കി എൻ്റെ കൂട്ടു സഹോദരരെ, ഈ വചനം വ്യക്തമായിട്ട് പറയാണ്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും. ശബത്ത് ആചരിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം കഴിഞ്ഞ് ശനിയാഴ്ച അല്ലേ ശനിയാഴ്ച തുടങ്ങുകയാണ്, വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടു കൂടി തന്നെ. അപ്പോൾ വെള്ളിയാഴ്ചയിൽ രാത്രി അല്ലേ ആബയോടൊപ്പം നമ്മൾ ഒരുമിച്ച് ഒരു മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടുത്തെ ആരാധിച്ച് ശബത്ത് കൂടുന്നവരാണ് നാം അല്ലേ. ആബയോട് വർത്താനം പറഞ്ഞ് ബൈബിള് വായിച്ച് പാട്ടുകളൊക്കെ പാടി ഒരാഴ്ചയിലുണ്ടായി വിശേഷമൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞ് അടുത്ത ആഴ്ചയ്ക്കുമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആബയ്ക്കൊരു സീറ്റ് അവിടെ വെച്ചിട്ട് അല്ലേ, ആബയ്ക്കൊരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആ മേശയിൽ അത് അലങ്കരിച്ച് വെള്ളത്തുണിയും പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് അല്ലേ, ആ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നിർത്താണ്. ശബത്ത് മേശയിലിരുന്ന് ആബയുടെ സ്നേഹമൊക്കെ നുകർന്ന് നിത്യരാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് സ്വന്തം ആത്മാവിനെ പുതുക്കി വെച്ചിരിക്കുന്ന എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി ശബ്ബാത്ത് ശലോം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് വാതിൽ എന്ന ഹീബ്രു വേർഡാണ്. ദെലെത്ത് എന്നാ പറയുന്നത്, DELET. വാതിലിൽ മുട്ടുക എന്ന് പറഞ്ഞാൽ ലിത്പോക് ബ ദെലെത്ത് എന്നാണ് പറയുക. ദെലെത്ത് എന്ന് വെച്ചാൽ വാതിൽ. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ തോദാ അബ്ചി ശബ്ബാത്ത് ശലോം.